പ്രിയപ്പെട്ടവരെ, മന്നാ ദ ഡെയിലി ബ്രെഡിലേക്ക് ഹൃദയത്തിന്റെ സ്വാഗതം. ഒരു മനുഷ്യ ശരീരത്തിന്റെ വൈവിധ്യങ്ങളെക്കുറിച്ച് ഇത്ര മനോഹരമായി പഠനം നടത്തിയിട്ടുള്ള മറ്റൊരു പുസ്തകവും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു നിർവചനം, ഒരു കുഞ്ഞു നിർവചനമാണ് അതിന് ഏറ്റവും ഉദാഹരണം. പൗലോസ് അപ്പോസ്തലൻ ലേഖനത്തിനകത്തുള്ളതാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്, നിങ്ങളുടെ ശരീരം. പ്രിയപ്പെട്ടവർ, ഈ ശരീരത്തിന്റെ പ്രത്യേകത ഇതിൻ്റെ അകത്തുണ്ട്. പരിശുദ്ധനായവൻ പള്ളി കൊള്ളുവാൻ വേണ്ടി ഭൂമിയിൽ തെരഞ്ഞെടുത്തിരിക്കുന്ന ഏറ്റവും സമ്പന്നമായ ആലയമാണ് മനുഷ്യന്റെ ശരീരമെന്ന്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യ ശരീരം ഇത്ര സമ്പന്നമായ ആലയമായി മാറുന്നത്? അത് മനുഷ്യന്റെ പിറവിയിൽ മുതൽ അവന്റെ മരണം വരെ ഈ ശരീരം അത്രമാത്രം അത്ഭുതങ്ങളുടെ ഒരു ഒളിയിടം കൂടിയാണ്. ഒരു കുഞ്ഞമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുമ്പോൾ അതിൻ്റെ ഹൃദയം ഇടിക്കാനായിട്ട് തുടങ്ങുന്നു. ഇന്റേണൽ ഓർഗൻസ് എല്ലാം വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. 50-60 വർഷം കഴിയുമ്പോൾ ഇതിന് യാതൊരു പരുക്കുമില്ലാതെ ഇത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ മൂലകങ്ങളും കൃത്യമായിട്ട് തലച്ചോറിൽ ഇഴ ചേർത്ത് വെച്ചിരിക്കുന്നു. അല്പമൊന്ന് മാറിയാൽ അയാൾ മാനസിക രോഗിയായി മാറിയേക്കാം. പക്ഷെ ഇവിടെയൊക്കെ ദൈവം മനുഷ്യനെ അങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഇത്രയും വൈവിധ്യമുള്ള ഒരത്ഭുതം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാണ് നമ്മൾ. പക്ഷെ എപ്പോഴും ഓർക്കുക, മനുഷ്യൻ ഈ ശരീരത്തെയാണ് ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നത്. കൃത്യമായ ആഹാരം കഴിക്കില്ല, എക്സസൈസ് ചെയ്യുകയില്ല, ഇതിനെക്കുറിച്ച് വലിയ കരുതലുമില്ല മനുഷ്യന്. പക്ഷെ നിങ്ങൾ ഓർമ്മിച്ചുകൊള്ളുക, ആത്മീകത എന്ന് പറയുന്നത് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തെ പോറലേൽക്കാതെ ചേർത്ത് പിടിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ആത്മീകത. ഈ ആത്മീകത നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറണം. ശരീരത്തെ കരുതുക, ശരീരത്തെ സ്നേഹിക്കുവാൻ തുടങ്ങുക. പ്രിയപ്പെട്ടവരെ, രോഗം മാറുന്നത് അത്ഭുതമല്ല, ദൈവത്തിന് നിസ്സാരമാണത്. രോഗം വരാതെ ഇപ്പോഴും നിങ്ങളുടെ ശരീരം ആരോഗ്യത്തോടുണ്ടെങ്കിൽ അതാണ് അത്ഭുതം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.